ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. യുദ്ധ സാഹചര്യം നേരിടാൻ നാളെ രാജ്യത്താകമാനം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനിടെ ബൈസരൺ താഴ്വരയ്ക്ക് സമീപത്ത് നിന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച ഒരാളെ സുരക്ഷാ സേന പിടികൂടി. ഒരു പാക് പൗരനെയും കസ്റ്റഡിയിലെടുത്തു. ജാർഖണ്ഡിൽ ചേർന്ന സംവിധാൻ ബച്ചാവോ സമ്മേളനത്തിലാണ് AICC അധ്യക്ഷന്റെ വിവാദ പരാമർശം. ഭീകരാക്രമണത്തെക്കുറിച്ച് 3 ദിവസം മുമ്പ് തന്നെ ഇന്റലിജൻസ് പ്രധാനമന്ത്രിക്ക് വിവരം നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പിനെ തുടർന്നാണ് കശ്മീർ സന്ദർശനം നരേന്ദ്രമോദി റദ്ദാക്കിയതെന്ന വാർത്തകൾ കണ്ടുവെന്നും മല്ലികാർജുന ഖാർഗെ ആരോപിച്ചു. हमले के 3 दिन पहले ही वहां इंटेलिजेंस रिपोर्ट मोदी जी को भेजा था और उसी लिए मोदी जी ने कश्मीर जाने का प्रोग्राम कैंसिल किया था. ये मैं एक पेपर में पढ़ा. അതേസമയം ഖാർഗെയുടെ ആരോപണം BJP തള്ളി. നാളെ രാജ്യത്താകമാനം 259 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. ചീഫ് സെക്രട്ടറിമാരുമായി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്തു. നാളെ ഡൽഹിയിൽ 2 നിർണായക യോഗങ്ങൾ ചേരും. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പുറമെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും യോഗം ചേരും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തി. 40 മിനിറ്റോളം ചർച്ച നീണ്ടു. അതിർത്തിയിൽ പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. 8 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒരു പാക് പൗരനെ പിടികൂടി. പെഹൽഗാമിൽ ബൈസറൻ വാലിക്ക് സമീപം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച ഒരാളെ പിടികൂടിയിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ഭീകരവിരുദ്ധ വേട്ടയിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. ഇന്ന് പുലർച്ചെ ചേർന്ന UN രക്ഷാസമിതി യോഗത്തിൽ പാകിസ്ഥാൻ പ്രതിരോധത്തിലായി. പെഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യ സംഘടിപ്പിച്ചതെന്ന വാദത്തെ രക്ഷാസമിതിയിലെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെ പങ്ക് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടതും ചർച്ചയായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.